ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി എക്സാലോജിക്ക് സേവനത്തിനാണ് അതിലൊരു ക്രമവിരുദ്ധമായ കാര്യങ്ങളില്ലെന്ന് കണ്ടെത്തിയതാണ്. മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിന് ദൃശ്യങ്ങൾ കൂടി കാണാം. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, 5 മണിക്കൂർ പിന്നിടുകയാണിപ്പോൾ ഇ ഡിയുടെ റെയ്ഡ്. ആ വീട്ടിനകത്തിപ്പോൾ പിണറായിയുമുണ്ട്, മകളുമുണ്ട്, പിണറായിയുടെ ഭാര്യയുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചോദ്യമുനയിൽ നിൽക്കുന്നു. ഈ റെയ്ഡിനൊപ്പം ഇവരുടെയൊക്കെ മൊഴിയെടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണ് ഇതിൻ്റെ അടുത്ത ഘട്ടം സൈഫ്? എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് റെയ്ഡ് മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഇതിൻ്റെ തുടർഘട്ടം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അപ്പോൾ അത് സംബന്ധിച്ച് എന്ത് സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്കുണ്ട്? ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡ് 12 റെയ്ഡ് നടത്തുന്നത്. സൈഫു ചെയ്ത് നടപടികളിലേക്ക് പോകുമെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ കേസ് കടക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള കണക്കുകളുണ്ട്. 1,72 ലക്ഷം രൂപ നൽകിയെന്നാണല്ലോ ആരോപണമായി തെളിവായി പുറത്തു വന്നിരിക്കുന്നത്. ആ തെളിവ് പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ വീണയ്ക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തുകയും വീണയ്ക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തുകയും വീണയുടേത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യാം. ഇനി അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഇ ഡി കടക്കാനുള്ള സാധ്യതകൾ നിൽക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും അവരുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അവർ തെരഞ്ഞെടുത്ത ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ വൈകിട്ടോടുകൂടി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വരുന്നു. അതിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി പോലും കിട്ടുന്നില്ല. പിറ്റേന്ന് രാവിലെ, ഇന്ന് നാളെ കോടതി അവധിയാണ്, പിറ്റേന്ന് രാവിലെ പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. ഇനി ഈ റെയ്ഡിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കണമെങ്കിൽ വെള്ളിയാഴ്ച കഴിയണം. എങ്കിൽ മാത്രമേ അതിനകത്തെ നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് CPM അതിനെ രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM സംസ്ഥാനത്തെ അവരുടെ സർവ്വ സന്നാഹങ്ങളും ഇറക്കി പിണറായി വിജയനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, പാർട്ടിയുടെ ദേശീയ തലത്തിലെ മുഖമാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ആ പിണറായി വിജയന് വേണ്ടി സർവ്വസന്നാഹങ്ങളും ഇറങ്ങും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഇനി നിയമപരമായ കാര്യങ്ങളാണ്. നിയമപരമായ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും വീണയോട് ചോദിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും, എക്സാലോജിക്കിന് 1,72 ലക്ഷം രൂപ എങ്ങനെയാണ് കിട്ടിയത്, നിങ്ങൾ തമ്മിൽ എന്താണ്, CMRൽ എക്സാലോജിക്കും തമ്മിൽ എന്താണ് കരാർ, എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് നിങ്ങൾക്ക് പ്രതിമാസം പണം നൽകിക്കൊണ്ടിരുന്നത്, ആ സേവനവുമായി ബന്ധപ്പെട്ട് അത് സേവനം നൽകാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് എവിടെ, തുടങ്ങിയ ചോദ്യങ്ങൾ വീണയോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയും ചില പ്രശ്നങ്ങൾ CPMനെ സംബന്ധിച്ച് CPMന് ഞെട്ടലുണ്ടാക്കുന്ന ചില സംഭവങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കേണ്ടത്, ഒന്ന്, ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിൽ അയാളുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് സാമ്പത്തിക സഹായം CMRൽ നൽകിയത് എന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പിണറായി വിജയനോട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുമോ, ED എന്ന ഏജൻസി ചോദിച്ചറിയുമോ എന്നുള്ള കാര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിയമപരമായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത് തന്നെയാണ് CPM ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യം. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവന നമ്മളുടെ എല്ലാം മുന്നിലുണ്ട്. ആ പ്രസ്താവനയിൽ CPM കൃത്യമായി പറയുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ സൈഫ്, ഇതിലിപ്പോൾ നേരത്തെ ഈ അന്വേഷണം തുടങ്ങിയതാണല്ലോ ED. SFI അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം EDയുടെ കയ്യിലുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് EDയുടെ അന്വേഷണത്തിലേക്ക് കൂടി കടന്നത്. അപ്പോൾ ഒരു ഘട്ടം, 1-2 ഘട്ടങ്ങൾ ഈ അന്വേഷണത്തിൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇന്നലെ ഈ കോടതിയുടെ അനുമതി നേടിയതിന് പിന്നാലെ എന്ത് പുതിയ വിവരങ്ങൾ തേടിയായിരിക്കും ഇപ്പോൾ 12 ഇടങ്ങളിലേക്ക് ഇന്ന് മിന്നൽ പരിശോധനയുമായി ED ഇറങ്ങിയിട്ടുണ്ടാവുക?
അത് ഈ കണക്കുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തന്നെയാണ്. അതിനകത്ത് വീണയും CMRലുമായി ബന്ധപ്പെട്ട ഒറ്റ തർക്ക വിഷയമേ ഉള്ളല്ലോ സൈഫു. അതിനകത്ത് 1,72,00,000 രൂപ വീണയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അത് CMRലുമായി ബന്ധപ്പെട്ട് SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട് CMRലെ ആൾക്കാർ മൊഴി നൽകിയപ്പോഴും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പണം നൽകിയത് എന്തിനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പണം നൽകിയത് സേവനത്തിനാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളില്ല. അത് സേവനത്തിന് എന്ത് സേവനമാണ് നൽകിയത് അത് വീണ വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിലും ആ സേവനത്തിന്റെ നിങ്ങൾ എഗ്രിമെന്റ് എന്താണ്, നിങ്ങൾ നൽകുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചത്,